ചേച്ചി ഇത് ഞാൻ വെട്ടട്ടെ? ചേച്ചി എന്താ ജയന്തി ഇത് വെട്ടട്ടെ? കുറച്ച് വെട്ടിക്കോ. അതെ, ഞാൻ എഴുതാൻ തുടങ്ങിയ ഉഷയുടെ ഉപദ്രവം, വായിക്കാൻ നിർത്ത നല്ല ഉപദ്രവം. അത് പറഞ്ഞാൽ ശരിയാവില്ല ചേച്ചി. ഇപ്പൊ തുടങ്ങിയത് ഞാൻ പറയാൻ തുടങ്ങിട്ട് ഇന്നലെ പറഞ്ഞത് വെട്ടട്ടെ വെട്ടട്ടെ എന്ന്. വെട്ടിക്കോ, അതിന്റെ മൊത്തം മുട്ടടിക്കണ്ട, ചെറുതായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങൾ വെട്ടുക. ഇത് വെട്ടിയാലേ കർക്കിടക മാസമാണ് നന്നായി പൂക്കുള്ളൂ. ഞാൻ വന്ന കാര്യമാണ് ഇപ്പൊ ഇതൊക്കെ എത്രയായത്. ഓ പിന്നെ കേക്കണ്ട, ഞാൻ വായിക്കട്ടെ. നീ തുമ്പ് വെട്ടിക്കോ. നീ പടുത്താൾ വന്ന കീ കീരിപ്പെട്ട് ഒന്നും ഇടാൻ സമ്മതിക്കില്ല. ശരി. ഇതാ ഇതെന്താ ഇത്? വെളിച്ചപ്പാടന്നെ. ശരിക്ക് വാളുണ്ടെങ്കിലേ സൂപ്പറായി. നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. എന്താ ചുറ്റമ്പലത്തിന് കാര്യം? അതെ, ഇതാണ് എന്റെ ചുറ്റമ്പലം. ഓഹോ, ചുറ്റണമ്പലം എന്നാണോ? ചുറ്റണമ്പലം. അല്ല മോളെ എന്തുട്ടാണ് ഈ പോയ? അതെ, ഷാഹിനയ്ക്കടെ പ്രണയത്തിന്റെ തീക്കാടിലും അപ്പുറമുണ്ട് പുസ്തകമുണ്ട്. പ്രണയിക്കാൻ പറ്റിയ സമയാണ് ഇനി. എന്താ, പ്രണയത്തിന് പ്രായമില്ല, വേണമെങ്കിൽ പ്രണയിക്കാം. അതാവാന്ന് പറഞ്ഞു. നല്ല സ്വഭാവം കൊണ്ട് ആരും വരില്ല വെച്ചിട്ട് വേണ്ടാട്ടാ, എനിക്ക് ആരും പ്രണയിക്കണ്ട. ഓടി വരും ചെയ്യും. ഒന്നോടനെ അതെ, വേണ്ടേ? എന്താ ഇവിടെ കാണിക്കുന്നത്? ഭ്രാന്ത് കാണിക്കേണ്ടത് തോന്നുന്നുണ്ട്. എന്താ കാണിക്കുന്നത്? കെട്ടി ആരും കെട്ടിപ്പിടിക്കാത്ത കാരണം കൊണ്ട് പിള്ളേരെ കെട്ടിപ്പിടിക്കണേ. പിടിക്കട്ടെ. എപ്പൊ തുടങ്ങി പറയാൻ ഒരു കയറ് കൊണ്ടുപോകാൻ പിന്നെ ഞാൻ നമുക്ക് കയറ് കൊണ്ടുവന്നേരാണ്. വരുമ്പോ നമുക്ക് കയറ് വാങ്ങിച്ചു കൊടുത്തു. അതന്നെ എല്ലാത്തിനും 100 നാമാണല്ലോ. അതെ, അവിടെ എനിക്ക് കൊറേ പണികളുണ്ട്. എന്റെ ഇവിടുത്തെ പണിയില്ല. എന്ത് പണി അവിടെ? എന്താ പറയാ, ഫിസിയോതെറാപ്പിക്ക് ആളുണ്ട്, മരുന്നെടുത്ത് കൊടുക്കാൻ സിസ്റ്റർ ഉണ്ട്, അതിന്റെ ഒപ്പം ഞാനും ഉണ്ട്. മരുന്നെടുത്ത് കൊടുക്കാൻ ഞാൻ വേണം, OP ടിക്കറ്റ് എഴുതണമെങ്കിൽ ഞാൻ വേണം. അല്ല, എന്താ അവിടുത്തെ പണികളൊന്നും ഞാൻ പറഞ്ഞുതരാം. അവിടെ രോഗികൾ വരും. ഞങ്ങളെല്ലാവരും ഒരു കുടുംബാണ്. രോഗികളും ഞങ്ങളും അവിടെയുള്ള സാറുമാര് എല്ലാവരും, പ്രസിഡന്റ്, സെക്രട്ടറി, പിന്നെ ഗജാഞ്ചി ഒക്കെ കുറെ ആൾക്കാരുണ്ട്. എന്താ പേര്? കുന്നംകുളം പെയിൻ ആൻഡ് പാലിയേറ്റീവ്. നീ ഞങ്ങൾക്ക് തരണ പെയിനോ? ഞങ്ങളുടെ എന്റെ അമ്മമ്മേനെ നോക്കാൻ വരുന്നുണ്ട് എന്റെ പാലിയേറ്റീവ്. അത് മതി. അന്തസ്സായിട്ട് എന്റെ സിസ്റ്റർ ഉണ്ടല്ലോ, അടിപൊളിയായിട്ട് നോക്കണ സിസ്റ്റർ. ഫിസിയോ അതെ, അടിപൊളിയാ. ഞങ്ങളുടെ കുന്നോളം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെങ്കമാണ്. അവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നറിയോ? ഞങ്ങള് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നറിയോ? ഞങ്ങള് രോഗികൾ വരും. രോഗികൾ വന്നു കഴിഞ്ഞാൽ അവരുടെ ബുക്ക് തരും. ഞങ്ങള് രോഗികളോ? ഞാനും രോഗിയാണല്ലോ. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഒന്നാണല്ലോ. അപ്പൊ ബുക്ക് തരും. ഇതാ ഇങ്ങനത്തെ ഒരു ബുക്ക് ഉണ്ട്, ഞാൻ കാണിച്ചു. അത് കൊറേ കാലായതാണ് നമുക്ക്. ഇത് 2010 ബുക്കാ. അത് കഴിഞ്ഞു തുടങ്ങി. അല്ല, അതുണ്ട്, ഇത് കഴിയാറായി തുടങ്ങി. കണ്ട, അപ്പൊ പിന്നെ ഞങ്ങൾ ഇത് മാറ്റും. പുത്തൻ ബുക്ക് കണ്ട, അപ്പൊ സൂക്ഷിക്കും. കവറിലൊക്കെ ഇട്ട് സൂക്ഷിക്കും. ഇങ്ങനത്തെ ബുക്ക് കൊണ്ടുവരും. ഇതിനെ ക്യാൻസർ വന്നിട്ട് സർജറി ചെയ്യുമ്പോ ഞാൻ ഒപ്പിട്ടിരാന്നാണ്. അതങ്ങനെ തന്നെയാണ്. അപ്പൊ ആരും ഇല്ലാച്ചാലും പറ്റും. എനിക്ക് ആരും ഉണ്ടാവുന്നില്ല. സർജറി വരെ ചെയ്യുമെന്ന് അതന്നെ. അതല്ല എന്നോട് എല്ലാവരും ഉച്ചയ്ക്ക് വരും. എന്നാട് രോഗികൾ കൂടുതലാ. പുതിയ പേഷ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടമാനം നേരെ ഡോക്ടർ നോക്കൂ. പക്ഷെ കണ്ടാൽ പണിയെടുത്ത് വന്ന മട്ടൊന്നുമില്ല. എന്തോ വെള്ളത്തിനൊപ്പിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കില്ല സിസ്റ്റർ അടുത്ത് വിളിച്ചിട്ട്. ചോദിച്ചു. പിന്നെ അവിടെ എന്തൊക്കെയാ ചെയ്യാ? എത്ര രോഗികൾ വരും ഒരു ദിവസം? അവിടെ 10-15 പേര് വരും. പറയണ മര്യാദക്ക് ചെയ്ത് കൊടുക്കാറുണ്ടോ? അതോ അവിടെ കൂട്ടാണ്ടാക്കണ മാതിരി? അല്ലല്ല, ഒരു മാസത്തേക്ക് കൂട്ടാണ്ടാക്കുമ്പോ പരിപ്പിടും. ഹലോ, എന്താ ചെയ്യണേ? അത് വരും, ഫോണ് വരും. അത് അവിടെയാലും ഫോണ് വരും. അത്യാവശ്യക്കാര് നിർത്തി. അതെ, അത്യാവശ്യക്കാര് വന്ന് വിളിച്ചെന്നെ എടുക്കണ്ടേ. അപ്പൊ അവരോട് പറയും കുറച്ചു നേരം ഹോൾഡ് ചെയ്യൂ, ഉഷയ്ക്ക് നേരമില്ല. ഉഷയ്ക്ക് നേരമില്ല, ആൾക്കാരെ നോക്കാൻ OP ടിക്കറ്റ് കൊടുക്കാണ്ട്. നോക്കണ്ട ഞാനല്ലല്ലോ, ദേവദാസ് ഡോക്ടറാണ്. അവർക്ക് OP ടിക്കറ്റ് കൊടുക്കും. അത് കൊടുത്തു കഴിഞ്ഞാൽ ഡോക്ടർ വരും. 12:30-1 മണിയാകുമ്പോഴേക്കും ഡോക്ടർ വരും. വന്നു കഴിഞ്ഞാൽ ഓരോരുത്തരെ വിളിക്കും. അത് വിളിച്ച് രോഗികളുടെ വേണ്ട ഒക്കെ ഫ്രീ. ഞങ്ങളുടെ പാലിയേറ്റീവ് എല്ലാം ഫ്രീ. വേണോ എയർ ബെഡ് കൊടുക്കും. വോക്കർ വേണോ വോക്കർ കൊടുക്കും.
പിന്നെ കുത്തി നടക്കണ ആ എന്താ പറയാ ഒരു ആ അത് കൊടുക്കും. പിന്നെ കട്ടില് കൊടുക്കും. സർവ ഓക്സിജന്റെ അത് കൊടുക്കും. അല്ല നമ്മുടെ അമ്മമ്മക്ക് ഇനി പോലെ സിലിക്കോൺ മൂത്ര ട്യൂബിന്റെ കാര്യം പറയില്ല. അത് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടെച്ച് നിങ്ങൾ കൊണ്ടുവരും. അതിന് കുറച്ച് പൈസ കൂടുതലല്ല. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ട്യൂബ് ഇടണതും ട്യൂബ് ഇടണതും ഒക്കെ ഫ്രീയാ. സിസ്റ്റർ എല്ലാം ഇട്ടും ഭയങ്കര ഉഷിയും ഫ്രീയാ. അതാണ് അവിടുത്തെ പ്രശ്നം. പക്ഷെ എനിക്ക് ഇതൊന്നും ഇടാനൊന്നും അറിയില്ല കേട്ടോ. നമ്മള് സഹായിച്ചു കൊടുക്കുക. മൂത്ര ട്യൂബ് അതല്ല അതുണ്ട്. പിന്നെ മൂത്ര ട്യൂബ് ഇടുമ്പോ സാധനങ്ങൾ എടുത്തു കൊടുക്കണം. സിറയിൽ വാട്ടർ എടുത്തു കൊടുക്കണം, ട്യൂബ് എടുത്തു കൊടുക്കണം, അതൊക്കെ എടുത്തു കൊടുക്കും. കുട്ടി മറ്റേ മോഹൻലാല് പറഞ്ഞ കുട്ടി 10ാം ക്ലാസ്സിലാണ്. അതൊക്കെ തന്നെയുണ്ട്. അത് കഴിഞ്ഞാൽ ഞങ്ങള് സിസ്റ്റർ ചായ വെക്കും. ചായ വെച്ച ഒരു ഉണ്ണിയേട്ടുണ്ട് ഞങ്ങൾക്ക്. ആ ഉണ്ണിയേട്ടൻ പലഹാരം മേടിച്ചു കൊണ്ടുവരും. എന്നിട്ട് അത് ഇവിടുത്തെ കാപ്പി അത് വേറെ. അത് ഇവിടെ അവകാശപ്പെട്ട മുതലാണ്. അത് എനിക്ക് ആവശ്യം തന്നെയാണ്. അത് മേടിക്കും ചെയ്യും. എന്നിട്ട് ചായ റൂം അവകാശപ്പെട്ടത്, 5 സെന്റ് ഭൂമി അവകാശപ്പെട്ടത്. ഇനി എന്തൊക്കെയാണ് ഒക്കെ വേണ്ടി വരും. എല്ലാം വേണ്ടി 6ാം മാസത്തില് വന്നതാണ്. വേക്കണം 6ാം മാസത്തിൽ. അതേ അവകാശം പറഞ്ഞില്ലെങ്കിൽ നീ എങ്ങനെ ഇതിലേക്ക് എത്തപ്പെട്ടത്? അതേ പറഞ്ഞ അവിടെ പണിക്കാണ് പോയതെന്ന് കണ്ടാ. പണിക്ക് പോയി ക്ലാസ് മുറിയൊക്കെ അവിടെ ഗ്ലാസ് മുറിക്കണം. എന്നിട്ട് ചായ കുടിക്കും. ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് കുടിക്കും, പലഹാരം കഴിക്കും, വർത്തമാനങ്ങൾ പറയും. അപ്പൊ ഞാൻ ചെന്നിട്ട് പിന്നെ രോഗികളുടെ അടുത്ത് രോഗികളെന്ന് പറയാൻ പാടില്ല. ഞങ്ങളൊക്കെ തന്നെ കുടുംബമാണ്. അവിടെ പോയിരിക്കും. ഒരു കസാരയിട്ട് വലിച്ചിരുന്നിട്ട് കുടുംബകാര്യങ്ങൾ, എന്റെ കാര്യം അങ്ങോട്ടും പറയും, അവരുടെ കാര്യങ്ങൾ ഇങ്ങോട്ടും പറയും. ഞങ്ങൾ മനസ്സിലായില്ലേ എന്തുകൊണ്ടാ? അതാണ് മെയിനായിട്ട്. അയ്യോ എവിടേക്ക് പോയില്ലെങ്കിലും ഞാൻ എന്റെ പേരൻ പാലത്തിലേക്ക് പോകും. അപ്പൊ മനക്കിരിക്കോ? മനക്കിരിക്ക് അത് കഴിഞ്ഞ വരുമല്ലോ. ടീച്ചറോടേക്കും പോവും. കണ്ടാ എന്റെ ഒരു കഷ്ടപ്പാട് നിങ്ങൾ ആരെങ്കിലും അറിയുന്നുണ്ടാ? പെയിനൻ പാലേജിലേക്ക് പോണം. അത് കഴിഞ്ഞ് വന്ന ടീച്ചറോടേക്ക് പോവും. അത് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ മനക്കിലേക്ക് വരും. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വർത്താനം പറയണം. കുടുംബശ്രീയിലെ പണി ചെയ്യണം. പ്രസിഡന്റ് അതുകൊണ്ട് കാര്യം ചെയ്യാം. പ്രസിഡന്റ് നമുക്ക് ആഴ്ചയിൽ 2 ദിവസം ആക്കിയാ. അതാണ് എനിക്ക് നേരമില്ല. അതുകൊണ്ട് ഇനി പ്രധാന നടിയാണ്. അതെ, ചമക്കി ചുമക്കി ആഴ്ചയിൽ 2 ദിവസം ആക്കിച്ചാ എനിക്ക് നല്ല ഉപകാരമായി. ശരി, അങ്ങനെ ആൾക്കാരും